ഇറാൻ അമേരിക്ക യുദ്ധം ഒരു ദുർബലമായ ഒരു വെടിനിർത്തൽ കരാറിലൂടെ കഴിഞ്ഞ രണ്ടാഴ്ചയായി മുന്നോട്ട് പോകുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം സ്വന്തം തന്നെ വെടിനിർത്തൽ കരാർ ഞാൻ നീട്ടിയിരിക്കുന്നു, എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള ഓരോ സന്ദർഭങ്ങളിലും അമേരിക്കയുടെ ഈ യുദ്ധത്തിലെ പരാജയത്തെ ലോക സമൂഹത്തിന് മുന്നിൽ എടുത്തു കാണിക്കുന്നതായിരുന്നു ഈ യുദ്ധത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെയും വന്നിരുന്നത്. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം വരുന്ന വാർത്ത, ഇന്നലെ വരുന്ന വാർത്ത, IRGC പറയുന്നത് ഞങ്ങൾ 2 കപ്പലുകൾ പിടിച്ചെടുത്തു എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ഏപ്രിൽ 13-ന് അമേരിക്ക ഇറാനിയൻ കപ്പലുകൾക്ക് മേലിൽ ഒരു ഉപരോധം കൊണ്ടുവരികയും ഇറാന്റെ അനുവാദത്തോടു കൂടി ഇറാനിൽ പണമടച്ചുകൊണ്ട് ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകുന്ന കപ്പലുകളെയും അതുപോലെ തന്നെ ഇറാന്റെ കപ്പലുകൾക്ക് മേലിലും ഇറാന്റെ പോർട്ടുകൾക്ക് മേലിലും അമേരിക്ക ഒരു ഉപരോധം കൊണ്ടുവരികയായിരുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെ ഒരു കപ്പലും ഇറാന്റെ അനുവാദത്തോടുകൂടി അല്ലാതെ കടന്നു പോകുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ലെന്ന് IRGCയും ഇറാനും പറഞ്ഞതുകൊണ്ട് തന്നെ, എന്നാൽ അത്തരത്തിലാണെങ്കിൽ ഇറാൻ അനുവദിക്കുന്ന കപ്പലുകൾ ഞങ്ങളും അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക അവിടെ ഒരു ഉപരോധം കൊണ്ടുവരികയും കഴിഞ്ഞ തിങ്കളാഴ്ച ഇറാന്റെ ഒരു സിവിലിയൻ കാർഗോ കപ്പൽ അമേരിക്ക പിടിച്ചെടുക്കുകയുമായിരുന്നു. ഈ കപ്പൽ പിടിച്ചെടുത്തത് കൊണ്ട് തന്നെ ഇക്കഴിഞ്ഞ ദിവസം ഇസ്ലാമാബാദിൽ നടക്കേണ്ടിയിരുന്ന 2ാം ഘട്ട ചർച്ചയിൽ നിന്ന് ഇറാൻ പിന്മാറുകയായിരുന്നു. ഞങ്ങളുടെ കപ്പൽ പിടിച്ചെടുത്തത് കടൽ കൊള്ളയാണെന്നും ഇത്തരത്തിലൊരു കടൽ കൊള്ള വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണെന്നും അത്തരത്തിൽ ലംഘനം നടത്തുന്ന, കരാറിൽ വിള്ളൽ വീഴ്ത്തുന്ന ഒരു രാഷ്ട്രവുമായി ചർച്ചയ്ക്ക് ഞങ്ങളില്ലെന്നും ആദ്യം ഞങ്ങൾ 2ാം ഘട്ട ചർച്ചയ്ക്ക് ഇസ്ലാമാബാദിലേക്ക് വരണമെങ്കിൽ ഞങ്ങളുടെ കപ്പൽ പൂർണ്ണമായും വിട്ടയക്കണമെന്നും ഞങ്ങളുടെ പോർട്ടുകൾക്ക് മേലിലുള്ള ഉപരോധം നീക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുകയായിരുന്നു. IRGCയും ഇറാൻ രാഷ്ട്രീയ നേതാക്കളും അബ്ബാസ് അറാക്ചിയും അടക്കം ഇസ്ലാമാബാദിലെ ചർച്ചകൾക്ക് ഞങ്ങളില്ല എന്ന് തീർത്തു പറഞ്ഞു എന്നുള്ളതാണ്. ഈ അനിശ്ചിതത്വത്തിനൊടുവിലാണ് അമേരിക്കൻ സംഘം ഈ ഒരു ചർച്ചയ്ക്ക് ഇസ്ലാമാബാദിലേക്ക് പുറപ്പെട്ടുവെന്നും അവിടെ എത്തിയെന്നുമുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ഇറാനിയൻ പ്രതിനിധികൾ അവിടേക്ക് വന്നിരുന്നില്ല. അപ്പോൾ അതിനുശേഷം ഇന്നലെ വരുന്ന വാർത്ത എന്ന് പറയുന്നത് 2 കപ്പലുകൾ ഇതുവഴി ഇറാന്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകാൻ ശ്രമിച്ച 2 കപ്പലുകളെ ഇറാൻ പിടിച്ചെടുത്തു. ഇതിന് അമേരിക്ക ഇറാന്റെ ഒരു കപ്പൽ പിടിച്ചെടുത്തപ്പോൾ അതിനു പകരമായി 2 US ബന്ധമുള്ള കപ്പലുകൾ പിടിച്ചെടുത്തു എന്നാണ് IRGC പറയുന്നത്. എന്നാൽ അത് ആരുടെ കപ്പലാണെന്നോ ഏത് രാഷ്ട്രത്തിന്റെ ഏത് കമ്പനിയുടെ കപ്പലാണെന്നോ ഉള്ള പൂർണ്ണ വിവരങ്ങൾ ഞാനിത് സംസാരിക്കുന്ന സമയത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് തിങ്കളാഴ്ച അറബിക്കടൽ വഴി ഒമാൻ ഉൾക്കടൽ വഴി ഹോർമുസ് ഉൾക്കടലിലേക്ക് പോയി ബന്ദർ അബ്ബാസിലേക്ക് പോകാനിരുന്ന ഇറാന്റെ ഒരു കപ്പലാണ് അമേരിക്ക പിടിച്ചെടുത്തതെങ്കിൽ ആ കപ്പലിന് പകരമായി, ആ കപ്പൽ പിടിച്ചെടുത്ത സമയത്ത് തന്നെ ഇറാൻ സൈന്യം IRGC പറഞ്ഞിരുന്നു ഇതിന് കൃത്യമായ മറുപടി തക്ക സമയത്ത് ഞങ്ങൾ നൽകുമെന്നുള്ളത്. അവരുടെ മനസ്സിൽ ഇതിട്ടുകൊണ്ട് അവർ അതിനു പകരമെന്നോണം 2 കപ്പലുകൾ പിടിച്ചെടുത്തു എന്നാണ് ഇക്കഴിഞ്ഞ ദിവസം IRGC പറയുന്നത്. അമേരിക്കക്ക് നിരുപാധികം ഈ ഒരു കപ്പൽ കൊള്ളയിൽ നിന്ന്, ഈ ഒരു കടൽ ഉപരോധത്തിൽ നിന്ന് അമേരിക്കയെ ഏതെങ്കിലും രീതിയിൽ മാറ്റണം എന്നുള്ളത് ഇറാന്റെ വളരെ വലിയ ആവശ്യമാണ്. കാരണം മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് ഇറാനിലേക്കുള്ള അസംസ്കൃത വസ്തുക്കൾ വരാതെയും അതുപോലെ തന്നെ ഇറാന്റെ ഈ യുദ്ധകാലത്ത് പ്രത്യേകിച്ച് അധികരിച്ചു വന്ന ഓയിൽ വിൽപ്പനയെ പോലും ഇത് ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അമേരിക്കയുടെ കടൽ ഉപരോധം ഏത് രീതിയിലും മാറ്റിയെടുക്കൽ ഇറാൻ അത്യാവശ്യമായ ഒരു ഘട്ടമാണ് ഇപ്പോൾ വന്നത്. പിടിച്ചെടുക്കുന്നത് കടൽ കൊള്ള തന്നെയാണ്. സ്വാതന്ത്ര്യത്തോടെ ഏതൊരാൾക്കും ഏതൊരു രാഷ്ട്രത്തിനും നിയമപ്രകാരം അന്താരാഷ്ട്ര ജല അതിർത്തികളിലൂടെ കടന്നു പോകുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അത്തരത്തിൽ സ്വാതന്ത്ര്യത്തോടുകൂടെ കടന്നു പോകുന്ന കപ്പലുകളെ സീസ് ചെയ്യുന്നത്, പിടിച്ചെടുക്കുന്നത് കടൽ കൊള്ള തന്നെയാണെന്നാണ് UN നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലുള്ള നിയമങ്ങളുടെ കൃത്യമായ ലംഘനമാണ് അമേരിക്ക നടത്തുന്നത് എന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോൾ ആരോപിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് മറുപടിയായി 2 കപ്പലുകൾ ഇറാൻ പിടിച്ചെടുത്തു. ഇത് മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ കരാർ അവസാനിക്കാൻ പോകുന്ന ദിവസം ടെഹ്റാനിൽ വളരെ വലിയ മിസൈൽ പ്രദർശനമാണ് ഇറാൻ നടത്തിയത്. ഒരു രീതിയിലും ഞങ്ങൾ പിന്നോട്ടില്ലെന്നും ഞങ്ങൾക്ക് ഇവിടെ
വെടിനിർത്തൽ കരാർ അവസാനിക്കാൻ പോകുന്ന സമയത്ത് മിസൈൽ പ്രദർശനങ്ങൾ നടത്തിക്കൊണ്ട് IRGC പറയുന്നത് ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പ്രാവശ്യം ഞങ്ങളുടെ തിരിച്ചടിയിൽ ശത്രുവിന് ചില അപ്രതീക്ഷിത സർപ്രൈസുകൾ ഞങ്ങൾ വെച്ചിട്ടുണ്ട് എന്നായിരുന്നു IRGCയുടെ ഭാഗത്തു നിന്ന് വരുന്ന കമന്റ് എന്ന് പറയുന്നത്. പക്ഷേ നിരുപാധികം പാകിസ്ഥാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു എന്നും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിൽ വെടിനിർത്തൽ കരാർ നിരുപാധികം നീട്ടുകയായിരുന്നു. ഒരുപക്ഷെ ഈ ഒരു പാകിസ്ഥാനിലെ ചർച്ചയിലേക്ക് ഇറാൻ വന്നില്ലെങ്കിൽ വളരെ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും മറ്റുമുള്ള ഭീഷണികൾ തവണകളായ അമേരിക്കൻ പ്രസിഡന്റ് മുഴക്കുന്നുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഭീഷണികൾ അവസാനിപ്പിക്കുകയും ഞങ്ങളുടെ കപ്പൽ വിട്ടു നൽകുകയും ഉപരോധം നീക്കുകയും ചെയ്താൽ മാത്രമേ ഞങ്ങൾ ചർച്ചക്കുണ്ടാവുകയുള്ളൂ എന്ന് ഇറാൻ വളരെ കൃത്യമായി പറഞ്ഞു. ഇവിടെ ഈ ഒരു വെടിനിർത്തൽ കരാർ പോലും നിലവിൽ വന്നത്, ആദ്യ ഭാഗം പാകിസ്ഥാൻ ഇടപെട്ടുകൊണ്ട് വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നത് അമേരിക്കയുടെ ആവശ്യപ്രകാരം, അല്ലെങ്കിൽ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആവശ്യപ്രകാരം ട്രംപ് തവണകളായി ഇറാനെ ബന്ധപ്പെടുകയും പാകിസ്ഥാൻ മുഖേന ബന്ധപ്പെടുകയും മറ്റും ചെയ്തതിൻ്റെ ഫലമായാണ്, അതായത് അമേരിക്കയുടെ ആവശ്യപ്രകാരമാണ് ഇത്തരത്തിലൊരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തുകയും മറ്റുമൊക്കെ ചെയ്തത്. എന്നാൽ ആ വെടിനിർത്തൽ കരാറിൽ തന്നെ ലെബനാനിൽ ഞങ്ങൾ ആക്രമണം തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വെടിനിർത്തൽ കരാർ തുടക്കം തന്നെ അമേരിക്കയും ഇസ്രയേലും ലംഘനം നടത്തി. അതുകൊണ്ട് തന്നെ ഹോർമുസ് കടലിടുക്കിൽ ബ്ലോക്കേജ് തുടരുമെന്ന് ഇറാൻ പറയുകയും ചെയ്തു. എന്നാൽ ട്രംപ് വളരെ പണിപ്പെട്ട് നെതന്യാഹുവിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് സമ്മതിപ്പിച്ചുകൊണ്ട് ലെബനാനിൽ വെടിനിർത്തൽ കരാർ കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ അതിനുശേഷം ഇറാൻ ഹോർമുസ് കടലിടുക്കിലെ മുഴുവൻ ബ്ലോക്കുകളും നീക്കിയെന്ന് IRGCയും അതുപോലെ തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും എക്സിലൂടെയും ലോകത്തെ അറിയിച്ചു. എന്നാൽ അതിനുശേഷം വീണ്ടും അമേരിക്ക ഇറാന്റെ കപ്പലുകൾക്ക് മേലും ഇറാൻ തുറമുഖങ്ങൾക്ക് മേലുമുള്ള ഉപരോധം തുടരുകയും വീണ്ടും ലെബനാനിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തുകയും ചെയ്തപ്പോൾ വീണ്ടും ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം ഇറാൻ തുടർന്നും കൊണ്ടുവരികയായിരുന്നു. ഇറാന്റെ നിയമം എന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്ക് വഴി ഏത് കപ്പലുകൾ കടന്നു പോകണമെങ്കിലും ആദ്യം IRGCയുടെ ഉത്തരവ് അവർ അനുസരിക്കണമെന്നുള്ളതാണ്. IRGCയുമായി കണക്ട് ചെയ്ത് അവർക്ക് നൽകേണ്ട തുക അവിടെ നൽകിക്കൊണ്ട് തീർച്ചയായും ഇറാന്റെ അനുവാദത്തോടുകൂടെ മാത്രമായിരിക്കണം അതുവഴി ഏതൊരു കപ്പലും കടന്നു പോകേണ്ടത്. അത്തരത്തിൽ കടന്നു പോകാത്ത 2 കപ്പലുകളെയാണ് ഇറാന്റെ അനുവാദം കൂടാതെ നിയമം ലംഘിച്ചുകൊണ്ട് അതുവഴി കടന്നു പോകാൻ ശ്രമിച്ച 2 കപ്പലുകളെയാണ് ഇറാൻ ഇക്കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തു എന്ന് പറയുന്നത്. ഇറാന്റെ അനുവാദത്തോടു കൂടെയല്ലാതെ ഒരു കപ്പലിനെയും അതുവഴി കടത്തിവിടാനോ ഭാവിയിൽ ഈ ഒരു ഹോർമുസ് മേഖല എന്ന് പറയുന്നത് ഇറാൻ ഈ പ്രവൃത്തിയിലൂടെയൊക്കെയും ഇറാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. വരും ദിവസങ്ങളിൽ ഇറാൻ തുറമുഖങ്ങൾക്ക് മേലിലും ഇറാൻ കപ്പലുകൾക്ക് മേലിലുമുള്ള ഉപരോധം അമേരിക്ക നീക്കുമോ? അത്തരത്തിൽ നീക്കിക്കഴിഞ്ഞാൽ ഇസ്ലാമാബാദിൽ ഇരുവിഭാഗവും ചർച്ച നടത്തുമോ? പൂർണ്ണമായ ഒരു യുദ്ധവിരാമത്തിലേക്ക് ഇരുവരും എത്തുമോ എന്നുള്ളതൊക്കെയും നോക്കിക്കാണേണ്ടി വരും. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.